സോ നമ്മുടെ സെക്കൻഡ് ഓപ്പൺ ടെസ്റ്റ് കഴിഞ്ഞു ആൻഷ്യൻ ഇന്ത്യ. കുറെ കുട്ടികൾക്ക് ടഫാണെന്ന് പറയുന്നു, കുറെ പേർക്ക് ഒരു മോഡറേറ്റ് ലെവലാന്ന് പറയുന്നു. അപ്പോൾ റിയാലിറ്റി എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഹിസ്റ്ററിന്റെ യൂഷ്വലി ക്വസ്റ്റ്യൻസ് ഒരുപാട് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ എവിടെയാണ് പാളി പോകുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നില്ല. യെസ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് IBCയുടെ സൈറ്റ്സ് ആൻഡ് ഫൈൻഡിങ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് നിങ്ങൾ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് sites provides the earliest evidence of a plowed field with crisscross furrows, while the first evidence of cotton cultivation has been reported from Mahargarh. അപ്പൊ ഇവിടെ ശരിക്കും ഈ ക്വസ്റ്റ്യന്റെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് വായിക്കുമ്പോൾ പിള്ളേർ കൺഫ്യൂസ്ഡ് ആവും. ഇപ്പം ഒന്ന് ഈ പ്ലൗഡ് ഫീൽഡിനെ കുറിച്ച് ചോദിച്ചാൽ ബയോളജിക്കലി എന്താ പറയാ ഫീൽഡ് അല്ല, അതിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇപ്പൊ ഏർലി അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നിയോലിത്തിക് ചാൽക്കോലിത്തിക് കാലഘട്ടത്തിൽ നമുക്കറിയാൻ പറ്റും ഈ കോട്ടൺ, ബാർലി അല്ലെങ്കിൽ വീറ്റിന്റെ ഒക്കെ കൾട്ടിവേഷൻ മെഹർഗഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ബയോളജിക്കൽ അഗ്രി ഫീൽഡ് ആണ്. അവിടെ ഈ പറയുന്ന ക്രിസ് ക്രോസ്ഡ് ഫറോ പ്ലഫിങ്ങും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെക്കാനിക്കൽ അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് ക്രോപ്പിംഗ് അതിന് ശേഷം വരാനേ സാധ്യതയുള്ളൂ. അപ്പൊ ഇഫ് പീപ്പിൾ നോ ദ കോൺസെപ്റ്റ് ദാറ്റ് ഓക്കെ ഏർലി അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഏർലി ഫാമിംഗ് സൈറ്റ് മെഹർഗഡ് ആണെന്നും ഈ കലീബംഗൻ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് വേർഷൻ ആണ് അല്ലെങ്കിൽ ഹരപ്പൻ ടെക്നോളജി ഹരപ്പൻ വേർഷൻ ആണെന്ന് അറിയാമെങ്കിൽ ആൻസറബിൾ ആണ്. പിന്നെ നമുക്ക് ശരിക്കും ഈ ഇൻഡസ്ട്രിയലൈസേഷൻ പഠിക്കുമ്പോൾ സൈറ്റും അതിന്റെ ഫൈൻഡിങ്സും ഇപ്പൊ ഡോളവീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി മസ്റ്റ് ഹാവ് എൻ ഐഡിയ. ഓക്കെ, ഡോളവീര എന്ന് പറഞ്ഞാൽ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം, ലോത്തൽ എന്ന് പറഞ്ഞാൽ പോർട്ട് സിറ്റി, ഓക്കെ, കലീബംഗൻ എന്ന് പറഞ്ഞാൽ പ്ലൗഡ് ഫീൽഡ്. ഇതൊക്കെ മൈൻഡിലേക്ക് ഓടിയെത്തേണ്ട കാര്യം. മോഹൻജദാരോ ഗ്രേറ്റ് ബാത്ത്, ശരിയല്ലേ? അപ്പം അല്ലെങ്കിൽ ഹരപ്പ ഗ്രാനറീസ്. അപ്പോൾ ഈ ഒരു ഫാക്ട് ആണ്. പക്ഷെ അഗെയിൻ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൻസറബിൾ ആണ്. നമുക്ക് ബേസിക്കലി ക്രോണോളജിയാണ്, കാരണം ഒന്നിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിരിക്കും മറ്റൊന്ന്. മെഹർഗഡ് ഏർലിയസ്റ്റ് ഫാമിംഗ് കൾച്ചർ ആണെന്ന് തിരിച്ചറിയാവുന്ന ഒരാൾക്ക് അവിടെ എന്തായാലും ഈ പറഞ്ഞതുപോലെ ക്രിസ് ക്രോസ്ഡ് ഫറോ പ്ലഫിങ്ങിനുള്ള സാധ്യതകളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിന് ശേഷം വരുന്ന ഒരു 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 മെറ്റൽ, ഐ മീൻ ഈ പറയുന്ന കോപ്പറിന് ശേഷം ബ്രോൺസ് വരണം. അതിനുശേഷം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനിലേക്ക് പോകുമ്പോഴാണ് ഒരു ബയോളജിക്കൽ അഗ്രി ഫീൽഡിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി മെക്കാനിക്കൽ അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് പ്ലഫിങ്ങും അല്ലെങ്കിൽ അഗ്രേറിയൻ ഫീൽഡും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ അതൊക്കെ ഹാരപ്പയിൽ ഉണ്ടായിരുന്നു. ബേസിക് ആണ്. പക്ഷെ കുട്ടികൾ ഇത് ചിന്തിക്കാറില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ വേദിക് ലിറ്ററേച്ചറിനെ പറ്റിയാ, പുരുഷ സൂക്ത. അതും കൂടി ഒന്ന്. പുരുഷ സൂക്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഫോംസ് പാർട്ട് ഓഫ് ദ ഓൾഡസ്റ്റ് മണ്ഡലാസ് ഓഫ് ദ ഋഗ്വേദ ആൻഡ് ഈസ് യൂണിവേഴ്സലി അക്നോളജ്ഡ് ആസ് ബിലോങ്ങിങ് ടു ഏർലിയസ്റ്റ് ഫേസ് ഓഫ് വേദിക് കോമ്പോസിഷൻ. പുരുഷ സൂക്തനെ കുറിച്ചാണ്. പിന്നെ പറയുന്നത് allegorically explains the origin of the four varnas as arising from different parts of Purusha's cosmic body. It rejects the idea of sacrifice as the source of cosmic creation and creation as an act of spontaneous manifestation. അപ്പം ഇതും ഫണ്ടമെന്റൽ ആണ്. നമുക്കറിയാം ഇപ്പൊ വേദിക് ലിറ്ററേച്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം വേദിക് ലിറ്ററേച്ചർ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് സാക്രിഫൈസസ് ആണ്. അതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് സാക്രിഫൈസസിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ സാക്രിഫൈസസ് കോസ്മിക് സാക്രിഫൈസസ് സംതിങ് കണക്റ്റഡ് വിത്ത് ക്രിയേഷൻ ഓഫ് യൂണിവേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പം വേദിക് ലിറ്ററേച്ചർ ഒരു കാരണവശാലും സാക്രിഫൈസസോ റിച്വൽസിനോ എതിരെ അല്ലെങ്കിൽ അതിനെ റിജക്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. അതൊരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം പുരുഷ സൂക്ത മണ്ഡല. ഇപ്പൊ ഋഗ്വേദയിലെ പല മണ്ഡലാസും എടുത്തു നോക്കിയാൽ 2 തൊട്ട് 7 വരെയുള്ളത് ഓൾഡ് മണ്ഡലാസും 1, 8, 9, 10 ലേറ്റർ മണ്ഡലാസ് ആണെന്ന് അറിയാവുന്ന ഒരാൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻസറബിൾ ആണ്. അപ്പം പുരുഷ സൂക്ത മണ്ഡല ഒരു ലേറ്റർ അഡീഷൻ ആണ്, ഐ മീൻ ലേറ്റർ മണ്ഡലയാണ്. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 4 വർണാസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദാറ്റ് പുരുഷ ബ്രഹ്മ കോൺസെപ്റ്റ്, ഫ്രം ദ മൗത്ത് ദ ബ്രാഹ്മിൻസ്, ഫ്രം ദ ആംസ് ക്ഷത്രിയാസ്, തൈസ് വൈശ്യാസ്, ഫ്രം ദ ഫീറ്റ് ശൂദ്രാസ്. അത് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ്, വർണ്ണന്റെ ഒറിജിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കോസ്മിക് എന്താ പറയാ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു സോക്കോൾഡ് ഒരു പുരുഷ സാക്രിഫൈസസ് ആൻഡ് ഹൗ ദീസ് 4 വർണാസ് ഒറിജിനേറ്റഡ് അതിനെക്കുറിച്ച് പുരുഷ സൂക്തയിൽ പ്രതിപാദിക്കുന്നു.
അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇറ്റ് റിജക്ട് സാക്രിഫൈസസ് എന്ന് പറയുമ്പോൾ അത് വേദാസ് തന്നെ റിജക്ട് ചെയ്യുന്നതിന് തുല്യം. കാരണം വേദാസിലെ ഫണ്ടമെന്റലി ദ പ്രൊമോട്ട് ദ സാക്രിഫൈസസ് റിച്വൽസ് ആൻഡ് സംതിങ് സാക്രിഫൈസസ് കണക്റ്റഡ് വിത്ത് ദീസ് സോ കോൾഡ് കോസ്മിക് എന്താ പറയാ ഒരു യൂണിവേഴ്സൽ ക്രിയേഷൻ എന്നൊരു സംഭവമൊക്കെ ഉണ്ട് അതിൽ. അപ്പൊ അതുകൊണ്ട് പക്ക ഇല്ലോജിക്കൽ ആയിട്ടുള്ള സംഭവത്തെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൺലി വൺ എന്നുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തത് സംഘം ലിറ്ററേച്ചറിന്റെ ക്വസ്റ്റ്യൻ. സംഘം ലിറ്ററേച്ചറിൽ നമ്മൾ ഒരു സംഭവം ഉണ്ടല്ലോ. സംഘം ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മൂവണ്ടർ അല്ലെങ്കിൽ 3 കിങ്സ് ചോളചേര പാണ്ഡ്യാസ്, അല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചർ, റോമൻ ട്രേഡ്, അല്ലെങ്കിൽ റോമൻ ഈ പറയുന്ന ഓഗസ്റ്റസ്, നീറോ, കോയിൻസ്, ഇതൊക്കെ അവിടെ കണക്റ്റഡ് ആയിരിക്കണം. റോമൻ പോട്രി, ഈ സംഭവങ്ങളെല്ലാം കണക്റ്റഡ് ആയിരിക്കണം. ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സംഘം ലിറ്ററേച്ചർ കണ്ടെയ്ൻസ് റെഫറൻസസ് ടു പ്രോസ്പെറസ് ഓവർസീസ് ട്രേഡ് ബിറ്റ്വീൻ ആൻഷ്യന്റ് തമിഴ് റീജിയൻസ്, റോമൻ എംപയർ. ഡെഫിനറ്റ്ലി അതിപ്പോൾ നമ്മൾ ഒരുപാട് പ്ലിനി, സ്ട്രാബോ, ഒരുപാട് ഹിസ്റ്റോറിയൻസിന്റെ അക്കൗണ്ട്സിലൂടെ പോകുമ്പോൾ മനസ്സിലാവും ഈ പറയുന്ന ആൻഷ്യന്റ് തമിഴ് കൾച്ചർ അല്ലെങ്കിൽ തമിഴ് കിങ്ഡംസ്, they had cheras അല്ലെങ്കിൽ cholas, west coast, east coast, they had a trade with this, this side, that side, they had trade. റോമൻ എംപയർ ആയിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു, ഇവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ട്രേഡ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ട്രേഡ് ഉണ്ടായിരുന്നു, അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അതിൽ മാറ്റമില്ല. ഇനി ടേം മൂവണ്ടർ ഇൻ സംഘം ടെസ്റ്റ് റെഫേഴ്സ് ടു 3 ക്രൗഡ് കിങ്സ് ഹൂസ് റോൾ വാസ് കൺഫൈൻഡ് എക്സ്ക്ലൂസീവ്ലി ടു മാനേജിങ് ഓവർസീസ് ട്രേഡ്. മൂവണ്ടർ എന്ന് പറയുന്ന 3 കിങ്സ് ആണ്, ചോളചേര പാണ്ഡ്യാസ് ആണ്. പക്ഷേ അവര് എന്താ പറയാ ഈ പറയുന്ന ബിസിനസ് മാനേജേഴ്സ് അല്ലായിരുന്നു. ആക്ച്വലി കിങ്സ് എന്ന് പറയുമ്പോൾ അതൊരു ബേസിക് ലോജിക് ആണല്ലോ. ട്രേഡ് റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് മാത്രമല്ലല്ലോ ഒരു രാജാവിന്റെ പണി എന്ന് പറയുന്നത്. അയാൾക്ക് പൊളിറ്റിക്കൽ, മിലിറ്ററി, അഡ്മിനിസ്ട്രേഷനും ജുഡീഷ്യറി എല്ലാം കൂടി ചേർന്നതാണ് രാജാവ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരാവശ്യമില്ലാണ്ട് വെറുതെ UPSC എക്സ്ക്ലൂസീവ്ലി എന്നൊരു വേർഡ് കിട്ടി തരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എസ്പെഷ്യലി ദ കൾച്ചറൽ പൊളിറ്റിക്കൽ അഫെയറിൽ ഈ ഒരു സാധനം കിട്ടി തരുമ്പോൾ നമ്മൾ അതിനെ ഡൗട്ട് അടിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഈ ബേസിക് കോൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ ദിസ് ഈസ് ആൻസറബിൾ. ഇതിപ്പം തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി NCERT ടെക്സ്റ്റ് ബുക്കും R ശർമ്മ വായിച്ച ഒരാൾക്ക് കൂളായിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ബേസിക് കാര്യങ്ങളാണ്. അതെ അതെ. അതുപോലെ നമുക്ക് ഗ്രേറ്റ് ബാത്തിന്റെ ക്വസ്റ്റ്യൻ കൂടി. ഗ്രേറ്റ് ബാത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അഗെയിൻ ഇറ്റ്സ് an ancient water tank believed to have been used for ritual bathing. The bath was watertight, constructed with baked bricks and covered with bitumen to prevent the leakage. Served as a royal bath chamber for emperor's private use. Water was supplied to bath via a well located in the adjacent room. So നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷന്റെ ടൗൺ പ്ലാനിങ്ങും ഡ്രെയിനേജ് സിസ്റ്റവും വാട്ടർ മാനേജ്മെന്റ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം അണ്ടർസ്റ്റുഡ് ആണ്, ദേ ആർ ഹൈ ഇൻ ദർ ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗ് ഓർ ദർ സിവിക് എഞ്ചിനീയറിംഗ് എക്സെട്ര. അത് ക്ലിയർ ആണ്. മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ഹാവ് ബീൻ യൂസ്ഡ് ഫോർ റിച്വൽ ബാത്തിങ്. അതെന്തായാലും ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ അല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി അല്ലായിരുന്നു. അതൊരു സെറിമോണിയൽ എന്താ പറയുക ബാത്തിങ് ടാങ്ക് ആവാം. അത് ബിലീവ്ഡ് ടു ബി എ റിച്വൽ ബാത്തിങ് എന്ന് പറയുന്നത് തെറ്റില്ല, അങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുന്നില്ല. ഇനി ഇത് എങ്ങനെയാണ് എന്നതിന് ആർക്കും ഒരു പ്രൂഫും ഇല്ല. ഈവൻ ആ സ്ക്രിപ്റ്റ് പോലും ഇതുവരെ ഡീകോഡ് ഡെസിഫർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ബിലീവ്ഡ് ടു ബി ഇതൊരു റിച്വൽ ബാത്തിങ്ങിനായിരുന്നു അല്ലെങ്കിൽ സെറിമോണിയൽ ബാത്തിങ് ആയിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് തന്നെയാണ് R ശർമ്മയും അല്ലെങ്കിൽ റോമില താപ്പറും അല്ലെങ്കിൽ കുറെ ഹിസ്റ്റോറിയൻസിന്റെ നിഗമനം അങ്ങനെയാണ്. Bath was watertight, constructed with baked bricks and covered with bitumen to prevent the leakage. ഈ ഗ്രേറ്റ് ബാത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. വെച്ചിരിക്കുന്ന യൂണിഫോം സ്റ്റാൻഡേർഡ് ബേൺഡ് ബ്രിക്സ് ദേ യൂസ്ഡ്, അല്ലെങ്കിൽ ബേക്ഡ് ബ്രിക്സ് ദേ യൂസ്ഡ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫ്ലോർ ഈസ് കവേർഡ് വിത്ത് ജിപ്സം ബിറ്റുമൻ കോൺസെപ്റ്റ് ഈസ് ദ. അതായത് 20ാം നൂറ്റാണ്ടിൽ അത് ഡിസ്കവർ ചെയ്തപ്പോഴും അതിൽ ക്രാക്കോ ലീക്കോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അത്രത്തോളം അഡ്വാൻസ്ഡ് ഒരു ടെക്നോളജി ദേ യൂസ്ഡ്. അപ്പൊ അത് ക്ലിയർ ആണ്. പിന്നെ റോയൽ ബാത്ത് ചേംബർ ഫോർ എംപറേഴ്സ് പ്രൈവറ്റ് യൂസ്. ഒരിക്കലും നമ്മൾ ആർക്കിയോളജി ഒരു മിത്തോളജി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം മിത്തോളജി സിനിമയിൽ നമ്മൾ രാജാവും റാണിയും ഇൻഡസ് സിവിലൈസേഷൻ, രാജാവും റാണിയും പാട്ട് കളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, മോണിക്ക കളിക്കുന്നു, ഇതൊക്കെ സിനിമയിൽ കാണും. ദാറ്റ് ഈസ് ഫിക്ഷണൽ ഓർ ഇറ്റ് ഈസ് മിത്തോളജിക്കൽ. മിത്തോളജിക്ക് ആർക്കിയോളജി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ആർക്കിയോളജി ഈസ് ടോട്ടലി സയന്റിഫിക്, ഇറ്റ് ഈസ് റാഷണൽ. അപ്പൊ ഇവിടെ എംപറർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് കൈൻഡ് ഓഫ് എ ക്വാസി ഫെഡറൽ സിസ്റ്റം, a group of people managed administration of each city, but ഒരു സിംഗിൾ റൂളർ കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ ആർക്കിയോളജിക്കലി എവിടെയും ട്രേസബിൾ അല്ല. അപ്പൊ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. പിന്നെയുള്ള കോൺസെപ്റ്റ് വാട്ടർ വാസ് സപ്ലൈഡ് ടു ബാത്ത്. ഇറ്റ്സ് അഗെയിൻ കറക്റ്റ്. ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു, വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ കോൺസെപ്റ്റ് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ സിറ്റിയിൽ അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ലോജിക്കലി നമുക്ക് കണക്ട് ആവും. 1, 2, 4 ഓക്കെയാണ്, മൂന്നാമത്തത് തെറ്റാണ്. ബേസിക് NCERT കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. യെസ് ഇതെല്ലാം പക്ക NCERT ആണ്. ഇത് കുട്ടികൾ എന്താ വെച്ചാൽ
ഫസ്റ്റ് വായനയിൽ ഇതെല്ലാം കാണുമ്പോൾ പലർക്കും പറ്റിപ്പോകുന്നുണ്ട്. കുറെ ടെക്നോളജിക്കൽ ടേംസും വേർഡ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര നെർവസ് ആയി പോകുന്നു. ഉള്ള ഡേറ്റ പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഫണ്ടമെന്റൽ ആണ്, സിമ്പിൾ ആണ് എന്നുള്ളത് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് കൂൾ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എക്സാം ഹാളിൽ. ഇവർ ഇത്രയും കട്ടിയായ വാക്കിലൂടെ പോകുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, റിവിഷൻ നടത്തിയ കാര്യങ്ങൾ പോലും. അപ്പൊ ഈ ഫണ്ടമെന്റൽ NCERT കോൺസെപ്റ്റ്സ് ആണ്. പക്ഷെ UPSC അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് കുറച്ച് ഈ പറയുന്ന പോലെ കുറച്ച് ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും സെന്റൻസ് ഇട്ട് തരുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും നെർവസ് ആവുന്നു. അപ്പൊ അതിൽ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ വി മസ്റ്റ് ആക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് UPSC ഇങ്ങനെയാണ് ചോദിക്കുക. രണ്ടാമത്തത് കണ്ടിന്യൂസ് പ്രാക്ടീസസ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മൈൻഡ് ഒന്ന് സെറ്റ് ആക്കുക. ഇത് ഒരു ഫെമിലാരിറ്റി ഉണ്ടാവുക. എക്സാക്ട്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ അതിന്റെ ആ ഒരു ഫിയർ ഓവർകം ചെയ്യണമെങ്കിൽ റെഗുലർ പ്രാക്ടീസ് ഈസ് എ മസ്റ്റ് ഫോർ എവരിവൺ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഉപനിഷത്തിന്റെ റിഗാർഡിംഗ് ഒരു ക്വസ്റ്റ്യൻ. ഉപനിഷത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻഷ്യന്റ് ഇന്ത്യൻ സ്ക്രിപ്ചേഴ്സ് കണ്ടെയ്ൻസ് ഫ്രേസ് വസുദേവ കുടുംബകം ജസ്റ്റ് ആസ് സത്യമേവ ജയതേ ഒറിജിനേറ്റ്സ് ഫ്രം മുണ്ടകോപനിഷത്ത്. അപ്പൊ ഇവിടെയും കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി രണ്ട് സംഭവം എടുത്തിട്ട് തന്നിട്ടുണ്ട്. ഒരു മുണ്ടകോപനിഷത്ത് എടുത്ത് തന്നിട്ടുണ്ട്, ഇനി ബാക്കിയുള്ളതുണ്ട്. അപ്പൊ ഇവിടെ വസുദേവ കുടുംബകം എന്ന കോൺസെപ്റ്റ് ഈസ് ഗ്ലോബലൈസേഷൻ, അല്ലെങ്കിൽ യൂണിവേഴ്സലിസം, അല്ലെങ്കിൽ ഈ പറയുന്ന ഹ്യൂമനിസം, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ ഒരു what is called ethical family concept ഒക്കെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗ്ലോബൽ ഫാമിലി, ഗ്ലോബൽ വില്ലേജ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ. ഈ ആശയങ്ങളിലേക്കൊക്കെ ഉപനിഷത്ത് വരുന്ന ഒരു പക്ഷേ ലേറ്റർ വേർഷനിലായിരിക്കാം. നമുക്കറിയാം ബ്രാഹ്മണിസത്തിന്റെ ഒക്കെ ഒരു ലേറ്റർ വേർഷൻ, വൈഷ്ണവിസം, ഷൈവിസം, അത് ലിബറൽ ഇന്റർപ്രിട്ടേഷൻസ് ആണ്. അപ്പൊ ലേറ്റർ കാലഘട്ടങ്ങളിലേക്കാണ് ഇതുപോലെ കുറേ കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ലിബറൽ ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്യുക. അപ്പൊ ഇതില് ഏർലി ഉപനിഷത്സ് ഏതൊക്കെയാണ്, ലേറ്റർ ഉപനിഷത്സ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരാൾക്ക് ഇത് ആൻസറബിൾ ആണ്. ഇപ്പം കഥോപനിഷത്ത് അതൊരു ഫിലോസഫിയാണ്, ലൈഫ് ഡെത്തിനെ കുറിച്ചുള്ള ഒരു ഫിലോസഫിയാണ്. മുണ്ടകോപനിഷത്ത് വിച്ച് ഈസ് അബൌട്ട് ദ സത്യമേവ ജയതേ, അല്ലെങ്കിൽ അത് ഇറ്റ്സ് അഗൈൻ അബൌട്ട് ദ ഫിലോസഫി ആൻഡ് മെറ്റാഫിസിക്സ്. ചണ്ഡകോപനിഷത്ത്, ഇതൊക്കെ നമുക്ക് ഏർലി ഉപനിഷത്സ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ വി വിൽ ഈസിലി കം അപ്പ് വിത്ത് ദിസ് മഹാ ഉപനിഷത്ത് ആസ് ദ ആൻസർ. ഓക്കെ, അപ്പൊ ഇതും അഗെയിൻ ഐ വുഡ് സേ ദാറ്റ് ഒരു ക്ലാസിഫിക്കേഷൻ, ഇതിന്റെ നമുക്ക് ഒരു ക്രോണോളജി, ഇത് എങ്ങനെ ഉരുത്തിരിഞ്ഞ് എവല്യൂഷൻ ആണല്ലോ. നമുക്ക് ആദ്യം റിജിഡ് ആയിരിക്കും, ഓർത്തഡോക്സ് ആയിരിക്കും, പിന്നെ ഘട്ടം ഘട്ടമായിട്ട് മാറ്റങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഒരു ലിബറൽ വേർഷൻ വരുന്നത്. നേരത്തെ ബ്രാഹ്മണിസം വന്നു, അവിടെ എന്താ പറയുക അതിനെ കൗണ്ടർ ചെയ്യുന്ന ബുദ്ധിസം, ജൈനിസം വന്നു, വീണ്ടും വൈഷ്ണവിസം, ഷൈവിസം വന്നു എന്ന് പറഞ്ഞ പോലെ ഫിലോസഫിയിൽ തന്നെ എന്താ പറയുക ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് റിജിഡ് ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്ത് വീണ്ടും ലേറ്റർ സ്റ്റേജസിലേക്ക് അതിന് ഒരുപാട് പരിണാമങ്ങൾ സംഭവിക്കുന്നു, എവല്യൂഷൻസ് സംഭവിക്കുന്നു. അപ്പോൾ ലേറ്റർ സ്റ്റേജിലാണ് ഇത്രയും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ഫിലോസഫീസും കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. പിന്നെ ഓരോന്നിന്റെ സ്വഭാവം, ഇപ്പൊ ഇത് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു, ഇത് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നതിനെ കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാവണം. നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ബേസിക് NCERT ആണെങ്കിലും തമിഴ്നാട് NCERT ഉള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടോ പിള്ളേർക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് രണ്ടാമത്തെ ടെസ്റ്റ് ആയിട്ടുള്ളൂ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാക്സിമം 40-50 ആ ടെസ്റ്റിനുള്ളിൽ നമുക്കിത് സോൾവ് ചെയ്യാം. അതെങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ട്രാക്ക് ചെയ്യാം, നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക. അത് എക്സലിലോ അല്ലെങ്കിൽ വേർഡിലോ ട്രാക്ക് ചെയ്യുന്ന രീതിയിലല്ല, സൈക്കോളജിക്കലി ട്രാക്ക് ചെയ്യാം. അപ്പം ഞങ്ങളുടെ മോഡൽ പറയാം, ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പം ഞങ്ങളുടെ സ്റ്റുഡൻസിന് അതാണ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ രീതി ഞങ്ങൾ പറയാം. സോ യു ക്യാൻ ഓൾസോ ഫോളോ ദാറ്റ്. അപ്പം ഞങ്ങളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ടെസ്റ്റ് ഇടുന്നു, അതിനുശേഷം ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ വീഡിയോ ഞങ്ങൾ കൊടുക്കും. ഓക്കെ, അതിനകത്ത് കണ്ടന്റ് എൻറിച്ച്മെന്റ് ആയിരിക്കും, എലിമിനേഷൻ രീതി ഉണ്ടായിരിക്കും, ഇവൻ എന്തെങ്കിലും ആഡ് ഓൺ വാല്യുവേഷൻ അതും ഉണ്ടായിരിക്കും. ഇതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർക്ക് ഇവിടെ പ്രിന്റ് ഇട്ട് കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കും. ഓൺലൈൻ സ്റ്റുഡൻസിന് അവർക്ക് കോട്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഇതിന് ശേഷം ഞങ്ങൾ റാപ്പ് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ്, അതൊരു പ്രോഗ്രസ് കാർഡാണ്, പണ്ട് നമ്മൾ സ്കൂളിൽ കിട്ടുന്ന പോലെ തന്നെ വേറൊരു കാർഡ്. ഇത് എന്തിനാ ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റാപ്പ് കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളത് സൈക്കോളജിക്കലി ഒരു 8 രീതിയിൽ തിരിക്കുന്നുണ്ട്. ഒന്ന് കോൺസെപ്ഷ്യൽ എറർ, ഫാക്ച്വൽ എറർ, കെയർലെസ് എറർ, എലിമിനേഷൻ എറർ, ആപ്ലിക്കേഷൻ എറർ, ടൈം മാനേജ്മെന്റ് ഇഷ്യൂ, ഗസ്സിംഗ് എറർ. ഇത് ഓരോന്ന് ഞങ്ങൾ പറയാം. ഇപ്പം ഇതുകൊണ്ട് എന്താ നിങ്ങൾക്ക് മെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഡീറ്റെയിൽ ഡിസ്കഷൻ വീഡിയോ കാണുന്നു, അതിനുശേഷം അതിന്റെ ബേസിൽ നിങ്ങൾ ആ കീ വായിക്കുന്നു. കീ ഏകദേശം ഈ 100 കീ വായിക്കുമ്പോൾ തന്നെ ഒരു ടെസ്റ്റ് നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന അതേ എഫക്റ്റ് ആണ്. ഈ 100 കീ വായിക്കുന്നു. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിനകത്ത് നമ്മൾ നമ്മുടെ ആദ്യത്തെ ക്രൈറ്റീരിയ കോൺസെപ്ഷ്യൽ എറർ ആണ്. അതായത് നിങ്ങളൊരു കണ്ടന്റ് പഠിച്ചു നിങ്ങൾ വിശ്വസിച്ചു, പക്ഷെ നിങ്ങൾ എക്സാമിന് പോയി അത് ആപ്ലിക്കേഷൻ ചെയ്യാൻ നോക്കിയപ്പം
എനിക്ക് ഇത് യൂസ് ആവുന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു പോയിന്റിൽ നിങ്ങൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അത് ആ എക്സാം ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ, നിങ്ങൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത് എന്നുള്ളതായിരിക്കും. പക്ഷെ നിങ്ങൾ എക്സാം കഴിഞ്ഞ് ആൻസർ കീ വായിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ ചോദ്യം എനിക്ക് കോൺസെപ്ഷൻ, അതായത് പഠിച്ച ആ ഒരു പോയിന്റ് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ചോദ്യത്തിന്റെ നമ്പർ എന്ത് ചെയ്യും, കോൺസെപ്ഷനിൽ കൊണ്ടുവരും. ഇതുപോലെ തന്നെ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ എക്കണോമിക്സ് ആണെങ്കിലും സയൻസ് ആൻഡ് ടെക് ആണെങ്കിലും പൊളിറ്റി ആണെങ്കിലും നിങ്ങൾക്ക് ആ ആർട്ടിക്കിളോ അല്ലെങ്കിൽ നിങ്ങൾ ആ എക്കണോമിക്കൽ ടേംസോ ശരിയായ രീതിയിലല്ല മനസ്സിലാക്കിയത് എന്ന് മനസ്സിലാവുന്ന നിമിഷം ഉണ്ടല്ലോ, നമ്മൾ അത് ആ സമയത്ത് ഇവിടെ കൊണ്ടുവരും. ഇങ്ങനെ ഫാക്ച്വൽ, അടുത്ത ഫാക്ച്വലർ. ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സാധനം പഠിക്കുന്നു, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ഇപ്പൊ നേരത്തെ പറഞ്ഞത് മിസ്അണ്ടർസ്റ്റുഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയില്ല, എവിടെയോ തെറ്റുണ്ട്. ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലായി ഈ കണ്ടന്റ് എന്റെ കയ്യിലില്ല, എന്റെ ബ്രെയിനിലെ സാധനം ഇല്ല, ഓക്കെ, എക്കണോമിക്സിൽ ഇന്നൊരു പോർഷൻ ഞാൻ പഠിച്ചിട്ടേ ഇല്ല, ഓക്കെ, ഇത് എം ടി ഫീൽ ആണ് നിങ്ങൾക്ക്, ഓക്കെ, നിങ്ങൾക്ക് അത് എങ്ങനെ പോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ ബ്രെയിനിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഇതെന്ത് ചെയ്യും, നമ്മൾ ഫാക്ച്വൽ എററിൽ കൊണ്ടുവരും. മനസ്സിലായോ? കോൺസെപ്ഷണൽ എററിന് വേറെ രീതിയിലും ഫാക്ച്വൽ എററിന് വേറെ രീതിയിലും. ഇത് എന്തിനാ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കോൺസെപ്റ്റ് ഇപ്പൊ ഇതിന് ഓരോന്നിനും ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതായിട്ടാണ് ഈ റാപ്പ് കാർഡ് ആദ്യം നിങ്ങൾ ഫില്ല് ചെയ്യുന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ റാപ്പ് കാർഡ് കൊണ്ട് നമ്മൾ സ്റ്റുഡൻസിനെ അപ്രോച്ച് ചെയ്യും. എന്നിട്ട് ഇപ്പം ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിന് ഫാക്ച്വൽ പ്രശ്നങ്ങളായിരിക്കും, മറ്റൊരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിന് കോൺസെപ്റ്റൽ പ്രശ്നമായിരിക്കും. രണ്ടുപേർക്കും ഒരേ ഫോർമുല കൊടുക്കാൻ പറ്റില്ല, വൺ സൈസ് ഫിറ്റ് പറ്റില്ല. ഈ കോൺസെപ്ഷൽ തെറ്റുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും, നിങ്ങൾ ആ പഠിച്ച പാരഗ്രാഫ് ഉണ്ടോ, അല്ലെങ്കിൽ പഠിച്ച പോർഷൻ എവിടെയാണോ നിങ്ങൾ തെറ്റിച്ചത് ആ പോർഷനിൽ പോയിട്ട് അതൊന്നുകൂടി വായിക്കാൻ പറയും, ഓക്കെ. എന്നിട്ട് അതേ പോർഷൻ ഞങ്ങൾ എന്ത് ചെയ്യും, അത് തെറ്റിച്ച പോർഷനിൽ തന്നെ ഞങ്ങൾ 3-4 ക്വസ്റ്റ്യൻ എക്സ്ട്രാ അതിനിട്ട് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് പിന്നെ അത് ചെയ്യിക്കും എക്സാം അറ്റ്മോസ്ഫിയറിൽ തന്നെ. അങ്ങനെ നിങ്ങൾ പഠിച്ച കാര്യം അത് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടെ തന്നെ പോയിട്ട് നിന്ന് അത് ശരിയാക്കാതെ നിങ്ങൾക്ക് അത് മാറില്ല. നിങ്ങൾ ചുമ്മാ വായിച്ചതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനം ഉണ്ടല്ലോ. ഇത് കോൺസെപ്ഷൽ തെറ്റാണ്, ഇത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിലുള്ള പ്രശ്നമാണ്, അത് ഇന്ന പോയിന്റിലാണ് തെറ്റിയത്, ഈ പോയിന്റ് എനിക്ക് തിരുത്തണം എന്നൊരു കോൺഷ്യസ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നേരാക്കാൻ പറ്റുള്ളൂ. ഫാക്ച്വൽ എറർ നിങ്ങൾ സ്റ്റുഡൻസിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതാണോ പഠിക്കാത്ത ഏരിയ അത് ബ്രെയിനിൽ അപ്ലോഡ് ചെയ്യുക, നിങ്ങളത് പഠിക്കുക, ഓക്കെ. അതിനുശേഷം അതിനെന്ത് ചെയ്യുക, പ്രാക്ടീസ് കൊടുക്കുക. എന്തിനാ, ആ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റ ശരിയായിട്ടാണോ കയറി, അല്ലെങ്കിൽ ഡേറ്റ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു 3-4 പ്രിലിംസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതങ്ങനെ സോൾവ് ചെയ്യാം. ഇതിപ്പോ ഞാൻ 2 ക്രൈറ്റീരിയ ആണ് പറഞ്ഞത്. ഇതെല്ലാം നമുക്ക് 8ഓളം ക്രൈറ്റീരിയ വേറെ ഉണ്ട്. കെയർലെസ് എറർ, എലിമിനേഷൻ എറർ. കെയർലെസ് എറർ ഒക്കെ നമ്മളിപ്പം സ്റ്റുഡൻസിന് അറിയാം, നോട്ട് കറക്റ്റ് കാണുന്നില്ല, കറക്റ്റ് കാണുന്നില്ല, ഈസ് കാണുന്നില്ല, വാസ് കാണുന്നില്ല, അതായത് വളരെ സില്ലി ആയിട്ട് എറർ. അതുപോലെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ എറർ, ഇങ്ങനെയുള്ള എറർ നിങ്ങൾ ആ എക്സാം പ്രഷറിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മറന്നുപോകും. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അസ്യൂം ചെയ്തിട്ട് നിങ്ങൾ പലതും ശരിയാണെന്ന് വിധിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത് എക്സാം കഴിയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം നിങ്ങൾ കെയർലെസ് എറർ അല്ലെന്ന് വെച്ചാൽ നിങ്ങളും കെയർലെസ് ആവായിരിക്കും. ഈ ഒരു എറർ നിങ്ങൾ പിന്നെ റിപ്പീറ്റ് ചെയ്യും എവിടെ, എക്സാമിൽ, കാരണം അതിനേക്കാളും വലിയ പ്രഷർ ആയിരിക്കും ആക്ച്വൽ അറ്റ്മോസ്ഫിയറിൽ, എവിടെ, എക്സാം ഹാളിൽ. അപ്പം അത് തിരുത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ കോൺഷ്യസ് ആയിട്ട് ഈ 100 ക്വസ്റ്റ്യനിൽ ഇന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കെയർലെസ് ആയിട്ടാണ് ചെയ്തത് എന്ന് എൻഷുർ ചെയ്യാം. എന്നിട്ട് ഇത് ഇവിടെ എഴുതി വെക്കാം. നിങ്ങൾ ഇത്രയും പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ തന്നെ പ്രിന്റഡ് ആവും, ഏത് ഇന്ന കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്, ഇന്ന തെറ്റുകളാണ് വന്നേക്കുന്നത്. ഇത് നിങ്ങൾ ചുമ്മാ വായിച്ചാലോ അല്ലെങ്കിൽ 2 റീഡിങ്ങിലോ കിട്ടില്ല. നിങ്ങൾ ഇത് കൈകൊണ്ട് ഇത് മനസ്സിലാക്കി കൈകൊണ്ട് പെണ്ണുകൊണ്ട് എഴുതുമ്പം ബ്രെയിനിൽ പ്രിന്റഡ് ആവും. അടുത്ത പ്രാവശ്യം നിങ്ങൾ ആ തെറ്റ് ചെയ്യുമ്പം ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യും, ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പണ്ട് തിരുത്തിയതാണെന്നുള്ളത്. ഈ ഒരു സൈക്കോളജിക്കൽ എഫക്ട് പറഞ്ഞെങ്കിൽ നിങ്ങൾ റാപ്പ് കാർഡ് ഫില്ല് ചെയ്ത് പറ്റുള്ളൂ. റാപ്പ് കാർഡ് ഞങ്ങളുടെ ഇനിഷ്യേറ്റീവ് ആണ്, ഇവിടുത്തെ പ്രോഗ്രാമാണ്. ഇത് നിങ്ങൾ ഇതിന്റെ ഒരു സയന്റിഫിക് വശം പറഞ്ഞാണ് നിങ്ങൾ ട്രാക്ക് ചെയ്യണമെന്നുള്ളത്, നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾ ട്രാക്ക് ചെയ്യണം. അതുപോലെ എലിമിനേഷൻ എറർ നമ്മൾ ഒരുപാട് ഇവിടെ ട്രിക്ക് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ എല്ലാ ട്രിക്ക് യുപിക്ക് വർക്ക് ആവില്ല, പക്ഷെ കോമൺ സെൻസ് വർക്ക് ആവും. നമുക്ക് എന്താണെങ്കിലും കോമൺ സെൻസ് വർക്ക് ആവും. ഇത് എങ്ങനെ കോമൺ സെൻസ് കൂടി ചിന്തിക്കണമെന്നും എങ്ങനെ പ്രഷറിൽ വളരെ റാഷണലായിട്ടും ലോജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യണമെന്നും ഇവിടെ പഠിപ്പിക്കും, അത് ചിന്തിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മൾ ഇടുന്ന എല്ലാ ടെസ്റ്റിലും ഇവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കും, അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുക്കും. ഇത് അപ്ലൈ ചെയ്തിട്ടും എന്ത് ചെയ്തെന്നില്ല, അപ്ലൈ ചെയ്യുമ്പോൾ റാഷണാലിറ്റി ഇല്ല, അല്ലെങ്കിൽ കോമൺ സെൻസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇത് എന്തുകൊണ്ട് പറ്റുന്നില്ല, ആ സിറ്റുവേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യും, ഈ എലിമിനേഷൻ എറർ ഇടും. നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റുഡൻസ് ആരൊക്കെയാണോ ഈ ഒരു സെറ്റ് ഓഫ് കോളംസിൽ എത്രമാത്രം ക്വസ്റ്റ്യൻസ് കൂടിയിരുന്നോ അവരാൾ പേഴ്സണലി വിളിക്കും. എന്നിട്ട് അവർക്ക് ആ ഒരു മെന്റൽ വർക്ക്ഷോപ്പ് മോഡൽ കൊടുക്കും. നമ്മൾ അവർക്ക് വർക്ക്ഷോപ്പ് ചെയ്യണം, നമ്മളത് പഠിപ്പിക്കുകയല്ല, നമ്മൾ അവരെ ചിന്തിക്കാൻ പഠിപ്പിക്കും, കോമൺ സെൻസ് കൂടി എങ്ങനെ ഇത് ആപ്ലിക്കബിൾ ആക്കാന്ന് പഠിപ്പിക്കും. ഇതാണ് ഇപ്പൊ നമ്മളിപ്പോ 4 കോൺസെപ്ഷൻ എറർ, ഫാക്ച്വൽ എറർ, കെയർലെസ് എറർ, എലിമിനേഷൻ എറർ. അതുപോലെ ഇനി അടുത്ത ഉള്ള ക്രൈറ്റീരിയ ആണ് ആപ്ലിക്കേഷൻ എറർ.
സാർ പറയൂ, സാറിന് ആപ്ലിക്കേഷൻ എറർ ആക്ച്വലി ഇതൊക്കെ എന്താന്ന് വെച്ചാല് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് ആണ്, പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവര് മാറിപ്പോകുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രത്യേകിച്ച് ഇപ്പൊ PGW കൾച്ചർ, PGW കൾച്ചർ RVC ആണോ LVC ആണോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടും. അപ്പൊ PGW കൾച്ചർ ഈസ് ഐഡന്റിഫൈഡ് വിത്ത് ഋഗ്വേദിക് ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് പോയി കുത്തും. ആക്ച്വലി നമുക്കറിയാം, അല്ലെങ്കിൽ ഇപ്പൊ അയൺ ഡിസ്കവറി, അപ്പം അയൺ ഡിസ്കവറി കംസ് ഇൻ ലേറ്റർ വേദിക് ഓൺലി, അല്ലെങ്കിൽ ഒരു ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് അഗ്രികൾച്ചർ ഇൻ ലേറ്റർ വേദിക് ഓൺലി. സോ ഈ പറഞ്ഞ കോൺസെപ്റ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളയും. ഇപ്പം റൂളർ ഈസ് വിത്ത് ലിമിറ്റഡ് പവർ, അല്ലെങ്കിൽ ട്രൈബൽ അസംബ്ലീസ്. RVC ആണോ LVC ആണോ, ബുദ്ധിസം ആണോ ജൈനിസം ആണോ, ഓക്കെ. അപ്പൊ അതുപോലെ അല്ലെങ്കിൽ പ്രധാനമായിട്ട് എക്കണോമിക്സിൽ എക്കണോമിക്സിൽ ഫോർമുല, ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ, അപ്പൊ അത് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണോ ക്യാപിറ്റൽ ഇവർ എക്സ്പെൻഡിച്ചർ എത്ര ഡെഫിനിഷൻ പഠിച്ചാലും അത് അപ്ലിക്കബിൾ ആണോ എന്ന് അറിയാൻ നിങ്ങൾ ചെയ്തേ നോക്കണം. അത് വർക്ക്ഷോപ്പ് ചെയ്തേ പറ്റുള്ളൂ, വർക്ക്ഷോപ്പ് മോഡൽ, അതിന് എക്സാം അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അതിന് ഈ ആപ്ലിക്കേഷൻ എറർ വരുമ്പോൾ ആപ്ലിക്കേഷൻ എറർ ആണെന്ന് നിങ്ങൾക്ക് കോൺഷ്യസ് ആയിട്ട് ബോധം വെച്ചാൽ മാത്രമേ അടുത്ത പ്രാവശ്യം അപ്ലൈ തിരുത്തേ തെറ്റുള്ളൂ. നിങ്ങൾ എക്സാം എഴുതിയിട്ട് എത്ര എക്സാം എഴുതുന്നല്ല, ഈ പ്രാവശ്യം എക്സാം എഴുതിയാൽ തെറ്റ് അടുത്ത പ്രാവശ്യം വരുന്നുണ്ടോ ഇല്ലയോ, വരുന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ ഓൺ ട്രാക്കിലാണ്. സെയിം തെറ്റ് തന്നെ തിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെയും ഒരേ തെറ്റിലേക്ക് തന്നെ ചാടിക്കൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് തിരിച്ച് കയറാൻ നിങ്ങൾ നോക്കുന്നില്ല. അതുപോലെ അടുത്ത നമ്മുടെ ക്രൈറ്റീരിയ ആണ് ടൈം മാനേജ്മെന്റ് ഇഷ്യൂ. അപ്പൊ അത് ടൈം മാനേജ്മെന്റ് ആക്ച്വലി മെജോറിറ്റി സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി എന്താ വെച്ചാല്, ഈ ഒരു 60 സെക്കൻഡ്സിന്റെ മേലെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വിട്ടുകളയാനുള്ള മൈൻഡ് സെറ്റ് ഇല്ല. എങ്ങനെ ഇപ്പൊ 5 മിനിറ്റ് എടുത്താലും ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റുമായിട്ടാണ് എക്സാം ഹാളിൽ ഇരിക്കുന്നത്. നൗ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ട് ദാറ്റ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് 50 ക്വസ്റ്റ്യൻസ് മതി. ഇറ്റ്സ് എ റിയാലിറ്റി. പക്ഷെ ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് വെൻ ദ പേപ്പർ ഈസ് ടു ടഫ്, വി ഹാവ് ടു അറ്റംപ്റ്റ് മാക്സിമം ക്വസ്റ്റ്യൻസ്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അവിടെ ഒരു പ്രശ്നം 120 മിനിറ്റ്സേ ഉള്ളൂ. നമുക്കൊരു 80+ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളത് നിസ്സാര കാര്യമല്ല. പക്ഷെ ഈ ഒന്നിൽ തന്നെ നമ്മൾ എന്താ പറയാ ചുറ്റിപ്പിടിച്ച് പിടഞ്ഞു കിടക്കുന്ന ഒരു രീതി മാറ്റി, ഈ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ അതിൽ തന്നെ ഈ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സ് കാർഡും കൺഫ്യൂസ്ഡ് ആണ്. ദർ ആർ ലോട്ട്സ് ഓഫ് തിങ്സ് ഇൻ ജോഗ്രഫി. വാട്ട് വാസ് ദാറ്റ്, ലൈക്ക് ദിസ് നൈട്രജൻ പ്രസൻസ് ഇൻ ദിസ് സോയിൽ ഫോർ പ്ലാന്റ്സ്. അപ്പോൾ ചില ടെക്നിക്കൽ ടേംസ് ഒക്കെ കാണുമ്പോൾ ഇത് തന്നെയാണോ ഇത് തന്നെയാണോ, അമോണിയം തന്നോ നൈട്രജൻ തന്നോ അല്ലെങ്കിൽ മോളിക്കുലർ നൈട്രജൻ തന്നോ, ഇതൊക്കെ എന്താണ് ആക്ച്വലി ചിന്തിച്ചു കൂട്ടുവാണ്. അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടി തെറ്റിച്ച് കളയുന്ന ഒരു രീതി. 3 റീഡിംഗ് എങ്കിലും നടത്തണം എന്നുള്ള ഒരു കോൺഷ്യസ് ഇല്ല. അതായത് ഫസ്റ്റ് റീഡിംഗ് നടത്തി, സെക്കൻഡ് റീഡിംഗ് നടത്തി, തേർഡ് റീഡിംഗിൽ അറ്റ്ലീസ്റ്റ് 30% അറിയാവുന്ന കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു മൈൻഡിൽ ഇവര് ഫസ്റ്റ് റീഡിംഗ് തന്നെ എടുക്കുമ്പോൾ സെക്കൻഡ് റീഡിംഗ്. അപ്പൊ ആ ഒരു ട്രിക്കോ അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് ഇഷ്യൂ, ടൈം മാനേജ്മെന്റ് അപ്പൊ ഭയങ്കര ക്രൂഷ്യൽ ആണ്. നമ്മളത് ശ്രദ്ധിക്കുക. നമുക്കിപ്പോ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇറ്റ് ഈസ് നോട്ട് നെസസറി ഒരു ഓർഡറിൽ തന്നെ ചെയ്തു പോകുന്ന ഒരു നിർബന്ധമില്ല. ആക്ച്വലി നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ഒരു 6 to 7, 8 സെക്കൻഡ്സില് മിനിറ്റ്സില് 100 ക്വസ്റ്റ്യൻസ് ഓടിച്ച് വായിച്ചോളൂ. ഒന്ന് സ്കാൻ ചെയ്യൂ. അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ സോൾവ് ചെയ്യുക. ദെൻ 50-50 ക്വസ്റ്റ്യൻസ് സെക്കൻഡ് റൗണ്ടിൽ, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് ഫൈനൽ റൗണ്ടിൽ പോവുക. അപ്പൊ ഒരു 3 റൗണ്ട് റീഡിംഗ് ചിലപ്പോൾ ബ്രെയിനിന് രണ്ടാമത് ഇത് കാണുമ്പോൾ ഡിറ്റക്ട്, ഫസ്റ്റ് കാണുമ്പോൾ ബ്രെയിൻ പെട്ടെന്ന് കിട്ടും, ആൻസർ കിട്ടിയെന്ന്. രണ്ടാമത് ബ്രെയിൻ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അനുഭവം തോന്നും ഇത് നമുക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്, പക്ഷെ അതിനുള്ള ടൈം മാനേജ്മെന്റ്. അത് നിങ്ങൾ ശരിക്കും ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു റിയലിസ്റ്റിക് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിയലിസ്റ്റിക് എക്സാം ഒരു ആംബിയൻസിൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്ത് ശീലിക്കുമ്പോഴാണ് ഫൈനൽ എക്സാമിൽ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യുക. ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രസ് കാർഡ് ഉണ്ടാക്കി അത് ട്രെയിൻ ചെയ്യണം അതിന്. യെസ്, അതിന് വേണ്ടിയിട്ടാണ് ഇതിലിപ്പോ ഇത്രയും കാറ്റഗറീസ് ആര് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് തെറ്റുന്നു, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തെറ്റുന്നു, എത്ര എണ്ണം ശരിയാവുന്നു, ഇതിൽ കോൺസെപ്ച്വൽ എറേഴ്സ്, ഫാക്ച്വൽ എറേഴ്സ്, കെയർലെസ് എറേഴ്സ്, എലിമിനേഷൻ, അപ്ലിക്കേഷൻ എറേഴ്സ്, ടൈം മാനേജ്മെന്റ്, ഗസിംഗ് എറേഴ്സ്, അത് ഏതാണ് എന്താണെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയത്തില്ല. പക്ഷെ ഒരു എക്സ്പെർട്ട് മെന്റർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. നിങ്ങൾ 100 ക്വസ്റ്റ്യൻസിൽ 80 എണ്ണം അറ്റംപ്റ്റ് ചെയ്തു, അതിൽ 30 എണ്ണം ശരിയായി, അല്ലെങ്കിൽ 50 എണ്ണം തെറ്റി, എന്തുകൊണ്ട് തെറ്റി, ഏതെല്ലാം ക്രൈറ്റീരിയ ആണ്, ഏതെല്ലാം കാറ്റഗറിയിലാണ് നിങ്ങൾ തെറ്റിച്ചത്, അത് എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നുള്ളത് ഒരു എക്സ്പെർട്ട് മെന്റർ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ, ഈ 5-10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറഞ്ഞു തരുമ്പോൾ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രിലിംസ് മെയിൻസ് ക്രാക്ക് ചെയ്ത ഒരാൾ പറഞ്ഞു തരുമ്പോൾ, നിങ്ങൾക്ക് തിങ്സ് വിൽ ബി മച്ച് ഈസിയർ ഫോർ യു. Okay, it will be much easier for you to crack this exam. ഇത്രയും പണി പെട്ടാലാണ് ഇവർക്ക് ഇത് മാർക്ക് കിട്ടുള്ളൂ, അല്ലാത്ത പക്ഷേ നടക്കില്ല. 50-100 ടെസ്റ്റ് ചെയ്തുകൊണ്ട് യാതൊരു വശാലും മാർക്ക് സ്കോർ ചെയ്യില്ല. നിങ്ങൾ ഇത് ഇത്രയും പണി പെട്ടി, ഇത്രയും വർക്ക്ഷോപ്പ് ചെയ്ത് വർക്ക്ഷോപ്പ് മോഡലിൽ ബ്രെയിനിനെ കടത്തി വിട്ടാൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ ഇത്രയും പ്രോസസ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡിസംബറിൽ എവിടെ നിൽക്കുന്നോ ഇത് തന്നെയായിരിക്കും മെയില്. ഓക്കെ, നമുക്ക് ഫാക്ച്വൽ കൂടിയോണ്ട് ഒരു ചിലപ്പോ മാർക്ക് കിട്ടുന്നുള്ളൂ, പക്ഷെ അത് എഡ്ജിലേക്ക് എത്തിക്കണമെന്നില്ല. നമുക്ക് എന്താണെങ്കിലും പഠിച്ചത് കൊണ്ട് ഞാൻ കണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ദർ ആർ ലോട്ട്സ് ഓഫ് സ്റ്റുഡൻസ്, അവർ ഇപ്പോഴും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ്.
എപ്പോഴും പറയും സാർ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എടുത്തു. പഠിച്ചു കഴിഞ്ഞിട്ട് ജയിക്കലുണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രോസസ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം 100% പെർഫെക്ഷനോട് കൂടിയിട്ട് കംപ്ലീറ്റ് പഠിച്ച് റിവൈസ് ചെയ്തിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാര് എനിക്ക് തോന്നുന്നു 1% പോലും ഉണ്ടാവില്ല. ഇപ്പൊ ക്ലിയർ ചെയ്യുന്ന ടോപ്പേഴ്സ് എല്ലാവരും ഇങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെ അല്ല, പോയവരാണ്. മാക്സിമം 20-25 ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാൻ ഉള്ളൂ അതിനകത്ത്. യെസ്. ബാക്കി എല്ലാം നമ്മൾ കോമൺ സെൻസും അപ്പൊ ഇതിന്റെ റാഷണൽ ഒരു നാക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഒബ്വിയസ്ലി ബേസിക് കോൺസെപ്റ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, അതുകൊണ്ട് മാത്രം പറ്റില്ല. ഒക്കെ വേണം. പക്ഷെ ഇനി അറിയില്ലാത്തതും അല്ലെങ്കിൽ 50-50 ചാൻസ് ഉള്ളതിനെയും നമുക്ക് എങ്ങനെ വളരെ വളരെ സ്മാർട്ട് ആയിട്ട് ഇന്റലിജന്റ് ആയിട്ട് ആൻസർ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു നാക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ റാപ്പ് കാർഡ് സെറ്റ് ചെയ്യുന്നത്. അത് കുറെ കുട്ടികൾ നല്ല രീതിയിൽ ചെയ്യുന്നു, കുറെ കുട്ടികൾക്ക് ഇപ്പോഴും അത് ചെയ്യാൻ എന്തോ മടി പോലെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനുവേണ്ടി നിങ്ങൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ടെസ്റ്റിന് ശേഷം ഒരു എക്സ്ട്രാ 30 മിനിറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യായിരിക്കും. പക്ഷെ ആ 30 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്. യൂഷ്വലി മെജോറിറ്റി സ്റ്റുഡൻസും എക്സാം കഴിഞ്ഞ് പൊടി തട്ടി പോകുന്ന ഒരു പരിപാടി. ഈവൻ ഡിസ്കഷൻ പോലും എക്സാമിനേക്കാളും ടഫാണ് ആക്ച്വലി നമുക്ക് ഇത്രയും വർഷം ബ്രെയിൻ കൊടുക്കുക. കാരണം ബ്രെയിൻ എന്ത് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം പണി എടുക്കണം. നിങ്ങൾക്ക് ഇത് മാർക്ക് കിട്ടാനാണെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഫുൾ ആക്കുകയാണ്. അത് നമുക്ക് വേണം. ആ ഒരു എന്താ പറയാ നമ്മുടെ ഒരു സെൽഫ് അസസ്മെന്റ് ഉണ്ടല്ലോ. നമ്മൾ പഠിച്ചു, എത്രത്തോളം ചെയ്തില്ല, ഇനി തെറ്റിച്ചു, ഏതെല്ലാം കാറ്റഗറി ക്രൈറ്റീരിയയിലാണ് നമുക്ക് തെറ്റുകൾ സംഭവിച്ചത്, അതിനെ എങ്ങനെ തിരുത്താം എന്നുള്ളത് ഒരു എന്താ പറയാ ഒരു ലൈക്ക് സെൽഫ് ഇവാലുവേഷൻ അല്ലെങ്കിൽ അനാലിസിസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് പ്രിപ്പറേഷൻ പാർട്ട് ഓഫ് ദിസ് എക്സാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ റാപ്പ് കാർഡ്. സോ എവരിബഡി പ്ലീസ് ഡു ദാറ്റ്. ഈ ഗാലൻ ടെസ്റ്റ് 2026 എന്ന് പറയുന്ന പ്രിലിംസിന്റെ CSE 2026 പ്രിലിംസ് ടെസ്റ്റ് സീരീസ് നമുക്ക് മെയ് വരെ ഉണ്ടാവും. അതിന്റെ ഫസ്റ്റ് സൈക്കിൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് രണ്ടാമത്തെ ഓപ്പൺ ടെസ്റ്റ് ആണ്. അപ്പോൾ എൻറോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാക്സിമം സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് എൻറോൾ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ മെന്ററെ നിങ്ങൾക്ക് ആദ്യം തന്നെ അസൈൻ ചെയ്ത് തരും. അവരുമായിട്ട് നിങ്ങളുടെ ഒരു സ്റ്റഡി റൂട്ടീൻ സെറ്റ് ചെയ്യുക. ഈ ഒരു പർട്ടിക്കുലർ ജേർണിയിൽ അവർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഓരോ എക്സാമിലും GS, CSAT പോലുള്ള 2 പേപ്പേഴ്സിലും നിങ്ങളെ ഒപ്പം കൈപിടിച്ച് റിസൾട്ടിലേക്ക്, വിജയത്തിലേക്ക് എത്തിക്കാൻ ഈ മെന്റേഴ്സ് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദേ ആർ യങ്, എനർജറ്റിക് ആൻഡ് വെരി റിസപ്റ്റീവ് പീപ്പിൾ. സോ ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ യു ഗൈസ്. ആൻഡ് ദിസ് ഇസ് ദ വേ വി പുട്ട് ആൻഡ് സെറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോർ യു. സോ ഐ തിങ്ക് അൽതാഫ് സാർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ് നമ്മൾ കൺവേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. And for more details, you can contact us. All the best. Thank you. Bye. Bye. Gallant IAS, chasing your passion to ace.